AD 52 തോമസ് അപ്പോസ്തലൻ ആദ്യമായി കാലുകുത്തിയ ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ സ്ഥലമാണ് മാലിക. ഇവിടെ നിന്നാണ് പിന്നീട് വിശുദ്ധൻ പല സ്ഥലങ്ങളിലേക്ക് പോയതും പള്ളികൾ സ്ഥാപിച്ചത്. 1952 നവംബർ 21 വിശുദ്ധൻ ഇവിടെ വന്നിറങ്ങിയെന്നുള്ളത് വിശ്വസിക്കുന്നത്. ആ ദിവസമാണ് ഇവിടുത്തെ തിരുനാൾ ആഘോഷിക്കുന്നത്, നവംബർ 21. അതിനുശേഷം ഇപ്പോൾ എല്ലാ വർഷവും ആ 21 തിരുനാളുകൾ ആഘോഷിക്കുന്നത്. ഇവിടെ ഈ ഇത് സ്ഥാപിച്ചത് അതിനുശേഷം ഇവിടെ ഇത് പോയിട്ട് 1953 ലാണ് കാർഡിനാൾ പ്രസിഡൻ്റ് ഈ ഇവിടെ പള്ളി പിന്നീട് വെഞ്ചരിച്ച് ഇവിടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചു. അതിനുശേഷം ഇവിടെ ദീപവലികൾ ഇത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ തുറമുഖം ഇതായിരുന്നു ഒരു സമയം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധമായ മുസിരിസ് തുറമുഖം അറിയപ്പെടുന്ന ഇതായിരുന്നു. അന്ന് ഈ വൈപ്പിൻ കര എന്ന് പറഞ്ഞ കരയില്ല, വൈപ്പിനുണ്ടായിരുന്നില്ല. ഇതിപ്പോ 25 കിലോമീറ്റർ ദൂരമുണ്ട് വൈപ്പിൻ എന്ന് പറഞ്ഞാൽ. അതായത് വെള്ളപ്പൊക്കം, ഒരു വെള്ളപ്പൊക്കം ശേഷമാണ് ആലുവയിലെ പെരിയാർ രണ്ടായിട്ട് പിളർന്ന് കൊച്ചി തുറമുഖം ഉണ്ടാവുകയും ചെയ്തു. ഇത് മാറിപ്പോയി, ഇവിടെ അഴിയില്ലാതെ. അപ്പം പണ്ട് പായ്ക്കപ്പലിലാണ് തോമസ് ലീഗയ്ക്ക് ഇവിടെ വന്ന് പായ്ക്കപ്പലാണ് വന്നിറങ്ങി. തോമസ് ലീഗ് ഇവിടെ വന്നതിന് ശേഷം എങ്ങോട്ടാണ് പോയത്? ഇവിടെ പോയതിനു ശേഷം പുള്ളി പിന്നീട് കൊടുങ്ങല്ലൂർ, ഇവിടെ കോട്ടേക്കാവ് ഇവിടെയൊക്കെയാണ് പുള്ളി. പിന്നെ കോട്ടേക്കാവ് കഴിഞ്ഞ ശേഷം പിന്നെ കൊല്ലം, അങ്ങനെ അങ്ങോട്ട് മലയാറ്റൂർ വന്നത് അവസാനമാണ്. ഇതായിട്ടാണ് പോയത്. മലയാറ്റൂർ കഴിഞ്ഞിട്ട് മലയാറ്റൂർ വഴിയാണ് ചിന്നമലയിലേക്ക് തമിഴ്നാട്ടിലേക്ക് കടന്നത്. അവിടെ വെച്ച് രക്തസാക്ഷിത്വം വഹിക്കാൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് മഞ്ഞുമാതാവിന്റെ ദേവാലയം. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ. ഈ മഞ്ഞുമാതാവിന് മഞ്ഞുമാതാവ് എന്ന് പേര് പറയാൻ കാരണം ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ഈ ടിപ്പു ആക്രമിക്കാൻ വന്നപ്പോൾ ഇവിടെ നമ്മളെ പലരും അന്ന് ഇവിടെ പലായനം ചെയ്തു. നമ്മുടെ ഇവിടെ ക്രിസ്ത്യാനികളെ എല്ലാവരും പലായനം ചെയ്തു. ആ സമയത്ത് പുള്ളിക്ക് മാതാവിന്റെ പള്ളിയും ആക്രമിക്കാനുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ പള്ളിപ്പുറം മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടി. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരെ കാണാൻ പറ്റില്ല. പുള്ളി തിരിച്ചു പോയി. അന്ന് അതുകൊണ്ട് അങ്ങനെയാണ് പള്ളിപ്പുറം മഞ്ഞുമാതാവ് എന്നാണ് പള്ളി. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുന്നമേ ഇവിടെ ക്രിസ്തുമതം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചത് നമ്മുടെ പള്ളിയിലെ കപ്പിയാരായ തോമസ് ചേട്ടനാണ്. ഒത്തിരി ചെറിയ ഇൻഫർമേഷൻ ഉണ്ട്. ഒത്തിരി നന്ദി.